41 ദിനങ്ങൾ നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാപനം കുറിച്ച് ശബരിമലയിൽ 26-ന് മണ്ഡലപൂജ നടക്കും. 26-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മണ്ഡലപൂജ നടക്കുക. മണ്ഡലപൂജയുടെ ഭാഗമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഞായറാഴ്ച പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര 25-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പമ്പയിലെത്തും. തുടർന്ന് പമ്പ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഷിബു, സ്പെഷ്യൽ ഓഫീസർ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയെ ഗണപതി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ഉച്ചയ്ക്ക് 3 മണിവരെ ഗണപതി ക്ഷേത്രത്തിൽ തങ്കയങ്കി ദർശന സൗകര്യമുണ്ടായിരിക്കും. തുടർന്ന് 3:15 പമ്പയിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര 5:30 ശരംകുത്തിയിലെത്തും. ഇവിടെ നിന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ മുരാരി ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥ് എന്നിവർ ചേർന്ന് സന്നിധാനത്തേക്ക് ആനയിക്കും. 6:15 18-ാം പടിയിൽ കൊടിമരച്ചുവട്ടിലെത്തുന്ന തങ്കയങ്കി പേടകത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് A അജികുമാർ, സുന്ദരേശൻ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ K ജയകൃഷ്ണൻ, ദേവസ്വം കമ്മീഷണർ CV പ്രകാശ് എന്നിവർ ചേർന്ന് സോപാനത്തേക്ക് ആനയിക്കും. തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവര്, മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങുന്ന തങ്കയങ്കി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് 6:30-ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 26-ന് മണ്ഡലപൂജയ്ക്ക് ശേഷം രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.